മീഡിയ വൺ ചാനലാണ് ഇത്തരത്തിൽ നുണപ്രചരണങ്ങൾ നടത്തി സംഘടനയെ പോലും മോശപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. സ്വാഭാവികമായും ഈ പരാമർശങ്ങൾ അടങ്ങിയ ക്ലിപ്പുകൾ അടക്കമായിരിക്കുമല്ലോ കേസിലേക്ക് പോകുന്നത്. ഇത്തരത്തിലുള്ള ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കുമല്ലോ കേസിൻ്റെ നടപടികളിലേക്ക് പോകുക. ശ്രീ വത്സൻ തില്ലങ്കേരി. അതെ, അവര് ഈ നുണപ്രചരണം വളരെ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുള്ളതാണ്. നമ്മുടെ കേരളത്തെ വളരെ സൗഹാർദ്ദത്തോടുകൂടി എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ഒരുമിച്ച് കഴിഞ്ഞിരുന്ന കേരളത്തെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് മാറ്റിയതിൽ, ആളുകൾക്കിടയിൽ വർഗീയപരമായ ധ്രുവീകരണം ഉണ്ടാക്കിയതിൽ, കേരളത്തിന് അന്യമായിരുന്ന ഭീകരതയെ കേരളത്തിലേക്ക് എത്തിച്ചതിൽ, ആ ഭീകരതയ്ക്ക് അനുകൂലമായിട്ടുള്ള ആശയവിരുദ്ധരം ഒരുക്കിയതിൽ ഒക്കെ ജമാഅത്തെ ഇസ്ലാമിയും അതിന്റെ മാധ്യമങ്ങളും വഹിച്ച പങ്ക് കുപ്രസിദ്ധമാണ്. നേരത്തെ അത് മാധ്യമം പത്രമായിരുന്നു അത് ചെയ്തിരുന്നെങ്കിൽ, പിന്നീട് ദൃശ്യമാധ്യമത്തിന്റെ അനന്തസാധ്യതകളെ കൊണ്ടുകൊണ്ട് മീഡിയ വൺ എന്ന് പറയുന്ന ചാനൽ ആരംഭിച്ചു. ആ ചാനൽ ഇതുവരെ നടത്തിയ അതിന്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന്റെ വാർത്തകൾ മാത്രമല്ല, വാർത്താധിഷ്ഠിത പരിപാടികളുമെല്ലാം നമ്മുടെ ഈ രാജ്യത്തിന്റെ ഉത്തമ താല്പര്യത്തിനെതിരായിട്ട് ഇവിടുത്തെ ശിഥിലീകരണ ശക്തികൾക്ക് വളം വെച്ചു കൊടുക്കുന്ന രീതിയിൽ, അവർക്ക് പിന്തുണ കൊടുക്കുന്ന രീതിയിൽ, അവർക്ക് വേണ്ടുന്ന ഇന്ധനം നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അത് ഇതുവരെയും അവർ നടത്തി വന്നിരുന്നത്. ലോകത്തെവിടെയുമുള്ള ഭീകര ശക്തികളെ വെള്ളപൂശുകയും അവരുടെ ഭീകര പ്രവർത്തനത്തെ മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് വർഷങ്ങളായിട്ട് മീഡിയ വൺ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഈ വളരെ പ്രസിദ്ധമായ അടുപ്പൂട്ടി ചർച്ച എന്നൊക്കെ പറയുന്ന അവരുടെ അവലോകന പരിപാടി, ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന പരിപാടി, ആ പരിപാടി ഓരോ ദിവസവും നോക്കിയാൽ അറിയാം 3 പരിപാടികളുണ്ട്. അതിൽ ഓരോന്നിന്റെയും ഉന്നം നമ്മുടെ സമൂഹത്തെ ശിഥിലമാക്കുക, ചിത്രീകരിക്കുക, രാഷ്ട്രത്തിനെതിരായിട്ടുള്ള ചിന്തകൾ പടർത്തുക, ലോകത്തെമ്പാടുമുള്ള രാജ്യത്ത് പലയിടത്തുമുള്ള നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെയൊക്കെ അവര് വീക്ഷിക്കുന്നത് രാജ്യ താല്പര്യത്തിനെതിരായിട്ടാണ്. സമൂഹത്തിന്റെ സൗഹാർദ്ദത്തിനും സൗഭ്രാത്രത്തിനും എതിരായിട്ട് വിഷവിത്ത് വിതക്കുന്ന നിലയിൽ, പകയും വിദ്വേഷവും ഉദ്ദീപിപ്പിക്കുന്ന നിലയിലുള്ള പരിപാടികളാണ് അവരെപ്പോഴും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രഖ്യാപിത ശത്രു സംഘപരിവാറാണ് എന്നുള്ളത് ശരി തന്നെ. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള, സംഘപരിവാറിനെ മാത്രമല്ല അതിനപ്പുറത്തേക്കുള്ള ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ഹിന്ദുക്കൾക്കെതിരായിട്ട്, ഈ രാഷ്ട്രത്തിനെതിരായിട്ടുള്ള ചിന്തകളാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഒറ്റ കണ്ണ് മാത്രമേ ഉള്ളൂ. അവരെ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത് അവർ ഭൂരിപക്ഷത്തിന് അനുകൂലമായിട്ടാണ് സംസാരിക്കുക. കാശ്മീരിൽ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത് അവർ ഭൂരിപക്ഷത്തിന് അനുകൂലമായിട്ടാണ് സംസാരിക്കുക. പക്ഷേ മറ്റു പലയിടങ്ങളിലും ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുണ്ടാകുന്ന എന്തെങ്കിലും ചെറിയ സംഭവ വികാസങ്ങൾ അവർ പർവ്വതീകരിക്കുകയും ഒറ്റപ്പെട്ട സംഭവങ്ങളെ സാമാന്യവൽക്കരിച്ചുകൊണ്ട് ഈ രാജ്യത്ത് അവർ അരക്ഷിതാവസ്ഥയിലാണ്, അന്യവൽക്കരിക്കപ്പെടുകയാണ്, അപരവൽക്കരിക്കപ്പെടുകയാണ് എന്ന നിലയിലുള്ള വളരെ വ്യാപകമായ പ്രചരണമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അത് ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നേരത്തെ കേന്ദ്ര ഗവൺമെന്റ് വാർത്താ പ്രക്ഷേപണ മന്ത്രാലയം അതിന്റെ പ്രക്ഷേപണം തടയുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പിന്നീട് സുപ്രീം കോടതിയുടെ വിശാലമായ ജനാധിപത്യ ബോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വിധിയുടെ അടിസ്ഥാനത്തിലാണ് അവര് പിന്നീട് അത് നിലനിന്ന് പോകുന്നത്. പക്ഷേ അവർ അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കാൻ തയ്യാറായിട്ടുള്ള അവർ വീണ്ടും വീണ്ടും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ സംഘപരിവാറിനെതിരായിട്ട്, അതുപോലെ തന്നെ എന്താണ് അവർ സംഘപരിവാറിനെതിരായിട്ട് കാണുന്ന കുറ്റം എന്താണ്, അതൊന്നും വ്യക്തമാണ്. അവർക്ക് ഹിന്ദുക്കൾ ആണെങ്കിൽ അവരെ ചെറുക്കപ്പെടേണ്ടതാണ്. അവരുടെ ഇവിടെ ഹുക്കുമത്തെ ഇലാഹി എന്ന് പറയുന്ന ഇസ്ലാമിക രാഷ്ട്രം അവർക്ക് സ്ഥാപിക്കണം. ആ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള തടസ്സം എന്താണ്? അവരുടെ ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിനിടയിലുള്ള മാർഗ തടസ്സം എന്താണ്? അത് RSS ആണ്. അവർക്ക് മതരാഷ്ട്രം ഉണ്ടാക്കണം. ജനാധിപത്യത്തെയും ദേശീയതയെയും അതുപോലെ തന്നെ മതേതരത്വത്തെയും പരിപൂർണമായി എതിർക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അവരുടെ സ്ഥാപനമായിട്ടുള്ള മൗലാന മൗദൂദി, അദ്ദേഹത്തിന്റെ വളരെ കുപ്രസിദ്ധമായ പ്രഖ്യാപനങ്ങളുണ്ട്. അദ്ദേഹം എഴുതിയ ജനാധിപത്യം, മതേതരത്വം, ദേശീയത എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെയുണ്ട്. ആ പുസ്തകം കോഴിക്കോട് IPH പ്രസിദ്ധീകരിച്ചാണ്. ആ പുസ്തകത്തിൽ പറയുന്നത് ജനാധിപത്യം, മതേതരത്വം, ദേശീയത എന്നിവയുമായി യോജിക്കുന്ന ഒരൊറ്റ പോയിന്റും ഇസ്ലാമിലില്ല എന്നാണ് അതിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ മതേതരത്വത്തെയും ദേശീയതയും ജനാധിപത്യത്തെയും സമ്പൂർണമായി എതിർക്കുന്ന ഒരാശയത്തിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ടാണ് അവര് ജനാധിപത്യത്തിനു വേണ്ടിയും മതേതരത്വത്തിനു വേണ്ടിയും ഒക്കെ സംസാരിക്കുന്നത് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈരുദ്ധ്യം. ഏതായാലും കഴിഞ്ഞ ദിവസം അവരുടെ ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ചയിൽ ഞാനുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ നുണപ്രചരണം, അതിനെതിരായിട്ട് നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്.
അതിന്റെ തലശ്ശേരിയിൽ കേസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എറണാകുളത്തും അതിന്റെ കേസുമായി അവരുടെ ഇത്തരം പ്രചരണങ്ങൾക്കെതിരായിട്ട് നിയമപരമായ നടപടിയായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ വത്സത്തില്ലെങ്കിൽ ഇതിനു മുമ്പും ഈ ചാനൽ ഇപ്പോൾ ഈ നമ്മൾ ആരോപണം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം നുണപ്രചരണം നടത്തിയ ഈ ചാനൽ ഇതിനു മുമ്പും ഭാരത സർക്കാർ നിരോധിച്ചതാണ്. പിന്നീട് നിരവധി നിയമ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് വീണ്ടും അത് സംപ്രേഷണം ആരംഭിച്ചത്. അപ്പോൾ നേരത്തെയും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയതിൻ്റെ പേരിലായിരിക്കാമല്ലോ അത്തരത്തിലുള്ള നിരോധനങ്ങളൊക്കെ ഈ ചാനൽ നേരിട്ടത്, ശ്രീ വത്സൻ തില്ലങ്കേരി. അതെ, ആ സമയത്തും വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്ന ഭീകര സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇതിന്റെ ചാനൽ നടത്തിപ്പുകാർക്കും അതിന്റെ ഉന്നത തലങ്ങളിലുള്ള എല്ലാം അവരുമായി നേരിട്ട് ബന്ധമുണ്ട് എന്ന് നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആ നിരോധനം ഉണ്ടായത് എന്നാണ് ആ സമയത്ത് പുറത്തിറങ്ങിയ വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പൊ അങ്ങനെ അവർക്ക് അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദമായി വിവരിക്കുന്ന ശ്രീ ഹമീദ് ചന്ദനങ്ങളുടെ ഒരു പുസ്തകമുണ്ട്, ദൈവത്തിന്റെ രാഷ്ട്രീയം. ആ പുസ്തകത്തിൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങളെ എണ്ണി വിവരിക്കുന്നുണ്ട്. അവയിൽ പല രാജ്യങ്ങളും, ഈജിപ്തിലെ ചില സർവകലാശാലകൾ, അതുപോലെ തന്നെ ഖത്തറിലെ ചില സ്ഥാപനങ്ങൾ, അവരൊക്കെ ഇവരുടെ പ്രവർത്തനത്തിന് വേണ്ടി എങ്ങനെയാണ് ഫണ്ടിങ് നടത്തുന്നത് എന്നതിനെ സംബന്ധിച്ചെല്ലാമുള്ള വിശദവിവരങ്ങൾ അത്തരം പുസ്തകങ്ങളിലൂടെയൊക്കെ നേരത്തെ തന്നെ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച അത്തരം പുസ്തകങ്ങളിലൂടെയൊക്കെ വിവരിക്കപ്പെടുന്നുണ്ട്. വിദേശ ഫണ്ട് അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ ഫണ്ട് അവര് സ്വീകരിക്കുന്ന ആവശ്യത്തിന് വേണ്ടിയാണോ അവര് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അന്വേഷണം നടത്തേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും അവർക്ക് അങ്ങനെ ലഭ്യമാകുന്ന ഫണ്ട് രാഷ്ട്രവിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്ന് വ്യാപകമായ പരാതിയുണ്ട്. ആ കാര്യത്തെക്കുറിച്ച് നമ്മുടെ രഹസ്യാന്വേഷണ സംവിധാനങ്ങളും NIA ഒക്കെ വിശദമായ അന്വേഷണം നടത്തേണ്ടതാണ്.